ചിന്താവിഷയമായിട്ട് ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്നത് ജോബിന്റെ പുസ്തകം 17-ാം അധ്യായം 15-ാമത്തെ തിരുവചനം. ജോബ് ചാപ്റ്റർ 17 വേഴ്സ് 15. നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, നമ്മുടെ നെഞ്ചത്ത് കൈവച്ച് ചോദിക്കേണ്ട ചോദ്യമാണ്, എന്റെ പ്രതീക്ഷ എവിടെ? നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ വിശുദ്ധ കുർബാനയിലും ജപമാലയും ഉപവാസവും ഒക്കെ എടുത്ത് ചെയ്യുന്നവരാണ്. നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, എന്റെ പ്രതീക്ഷ എവിടെ? അതൊരു ചോദ്യമാണ്. അത് തന്നെ വീണ്ടും നമുക്ക് എന്റെ കാത്തിരിപ്പ് എവിടെ? ഞാൻ ആശ്രയിക്കുന്നത് ആരില്ലേ എന്നൊക്കെ നമുക്കൊന്ന് ചോദിക്കാം. രണ്ടാമത്തെ ചോദ്യവും അതുപോലെ തന്നെ, എന്റെ പ്രത്യാശ ആര് കാണും? എന്റെ പ്രത്യാശ ആര് കാണും? 2 വചനങ്ങളാണ് കൂട്ടിച്ചേർത്ത് ഒറ്റ വാക്യത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത്. എന്റെ പ്രതീക്ഷ എവിടെ? എന്റെ പ്രത്യാശ ആര് കാണും? അപ്പം പ്രത്യാശ കാണുന്നതാണ്. ആണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാം. ആ 2 ചോദ്യം നമ്മുടെ നെഞ്ചത്ത് കൈവച്ച് ചോദിച്ചാൽ, നിന്റെ പ്രതീക്ഷ എവിടെ? എന്റെ പ്രതീക്ഷ എവിടെ? ഞാൻ പ്രാർത്ഥിക്കുന്ന നിയമങ്ങൾക്ക് അല്ലെങ്കിൽ എന്റെ ജീവിതത്തിന് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷ വേണമെങ്കിൽ കാത്തിരിപ്പാണ്. അതിന്റെ അർത്ഥം കാത്തിരിപ്പെന്ന. കാത്തിരിക്കണം. നമ്മള് പ്രതീക്ഷയോടെ ആയിരിക്കണം. കാത്തിരിപ്പിന്റെ ഒരു ബല. എന്താണ് പ്രതീക്ഷ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുക, ബസ് വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട്. വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, വരാതിരിക്കാനും സാധ്യതയുണ്ട്. പ്രതീക്ഷിക്കാത്ത സംഭവിക്കും. പ്രതീക്ഷിക്കുന്നതും സംഭവിക്കും, പ്രതീക്ഷിക്കാത്തതും സംഭവിക്കും. പ്രതീക്ഷിക്കാത്ത നേരത്ത് പലതും സംഭവിക്കാറില്ലേ? അപ്പൊ നമ്മൾ പറയാറില്ലേ, ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇത് സംഭവിച്ചെന്ന്. പ്രതീക്ഷ അതും കാത്തിരിപ്പാണ്, അതും സംഭവിക്കും. അപ്പോൾ വരാനും വരാനിരിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. നമ്മളത് ഇപ്പോൾ വെച്ച് നോക്കുമ്പോൾ വകയുണ്ട്, പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് നമ്മൾ ചെയ്യും. അതാണ് നിന്റെ പ്രതീക്ഷ എവിടെ? പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന് ഒരു വകയുണ്ടോ? ഒരു പ്രതീക്ഷയുണ്ടോ? ജീവിതത്തിന് ഒരു പ്രതീക്ഷയില്ലാത്ത ജീവിതമാണെങ്കിൽ അതിനൊരു വകയില്ല, മുരടിച്ചു പോകും. കാത്തിരിപ്പ് ആവശ്യമാണ്. അടുത്ത വാഹനം, ഒരു ബസ് പോയി അടുത്ത ബസ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അതവിടെ കാത്തിരിക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്ന നിയമങ്ങൾക്ക് കാത്തിരിപ്പ് ആവശ്യമാണ്. പലപ്പോഴും നമ്മൾ കാത്തിരിക്കാതെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഓർത്ത് ചിന്തിച്ച് ആകുലരാകും. കിട്ടുമോ കിട്ടത്തില്ലയോ? അങ്ങനെ വരുന്നവർക്ക് ദൈവത്തിന്റെ നിന്നൊന്നും കിട്ടത്തില്ല എന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ എപ്പോഴും വായിക്കുന്ന 1-ാം അധ്യായം 7-ാമത്തെ വചനം. എല്ലാ കാര്യത്തിലും ചഞ്ചല ഹൃദയരും ചഞ്ചല മനസ്സുള്ളവന് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. കിട്ടുമെന്ന് വിചാരിക്കണ്ട. അപ്പൊ ചഞ്ചല ഹൃദയം, പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ വരും എന്നുള്ള ഒരു ഉറപ്പ്. വകയുണ്ട്, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. സുഭാഷിത 23:18 പറയുന്നു. പ്രോവർബ് ചാപ്റ്റർ 23 വേഴ്സ് 18 പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. കുഞ്ഞുങ്ങളെ പ്രതി നമ്മളെ ചിന്തിക്കുമ്പോഴേ പലപ്പോഴും അവർ വഷളായി പഠിക്കത്തില്ല എന്നൊക്കെ കാണുമ്പോഴേ കർത്താവിന്റെ ഒരു സന്ദേശം പറയാണ്, തീർച്ചയായും നിനക്കൊരു ഭാവി ഉണ്ട്. അപ്പൊ ആ ലക്ഷ്യമുള്ളവർക്ക് മാത്രമേ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. അതാണ് അവിടെ പറഞ്ഞേക്കുന്നത്. തീർച്ചയായിട്ടും നിനക്കൊരു ഭാവിയുണ്ട്. ആ ഭാവിയെ നോക്കിയിട്ട് വേണം. ആ ഭാവിയെ നോക്കി, ബസ് നോക്കിയിരിക്കുന്നത് പോലെ ഭാവിയെ നോക്കിയിരിക്കണം. എന്റെ ഫ്യൂച്ചറിനെ നോക്കിയിരിക്കണം. അതെ, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല.
നിനക്കൊരു നല്ല ഭാവി ഉണ്ട്, ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് നിനക്ക് നല്ല ഒരു ജീവിതമുണ്ട് എന്ന്, നിനക്ക് ഭവനമില്ലെങ്കിൽ ഭവനം കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കണം. ഒരു നല്ല ഭാവി, മക്കളുടെ നല്ലൊരു ജീവിതം കാണാനായിട്ട് നീ പ്രതീക്ഷയോടെ ഇരിക്കണം. കാത്തിരിപ്പില്ലാത്തത് കൊണ്ടാണ്, വെപ്രാളവും ആകുലതയും ഉത്കണ്ഠയും കൊണ്ട് നമുക്ക് ഒരു കാര്യം സാധിക്കത്തില്ല. വീണ്ടും ഇവിടെ സുഭാഷിതം 19:18 നമ്മൾ പോകുമ്പോൾ അവിടെയും കാണുന്ന ഒരു വാക്കുകൾ നമ്മൾ നോക്കുക. 19 കുഞ്ഞുങ്ങൾ പഠിക്കുന്നില്ല, ഭർത്താവ് പറഞ്ഞിട്ട് കുടി നിർത്തുന്നില്ല, എന്റെ ലോണിന്റെ കടം തീരുന്നില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, നിനക്കൊരു ഭാവി ഉണ്ട് എന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയുക. പ്രതീക്ഷയ്ക്ക് അങ്ങനെ വരുമ്പോൾ അത് ആ ഭാവി നോക്കിയിരിക്കുന്ന പ്രതീക്ഷയ്ക്ക് ഭംഗം വരുത്തത്തില്ല എന്ന് പറഞ്ഞാൽ അവന് പ്രതീക്ഷയുണ്ട്, പ്രത്യാശയോട് കൂടി ജീവിക്കുക. ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, സുഭാഷിതം 19:18 പറയുകയാണ്, നന്നാകുമെന്ന് പ്രതീക്ഷയുള്ളപ്പോൾ നിന്റെ മകനെ ശിക്ഷിക്കുക, അവൻ നശിക്കു പോയിക്കോട്ടെ എന്ന് കരുതരുത്. അപ്പം പ്രതീക്ഷയില്ല, അങ്ങനെയുള്ളവരുടെ മക്കളാണ് നശിച്ചു പോകുന്നത്. കൃഷി സ്ഥലങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ വന്നാൽ പ്രതീക്ഷയോടെ ഇരിക്കണം, അത് നന്നാകും. മരുന്നടിച്ചിട്ടുണ്ടല്ലോ, നന്നാകും. അല്ലെങ്കിൽ കളകൾ പറിച്ചിട്ടുണ്ടല്ലോ, നന്നാകും. ഒരു ഇന്റർവ്യൂ കഴിഞ്ഞു, പ്രതീക്ഷയോടെ ഇരിക്കണം, എനിക്ക് ലഭിക്കും. നിനക്കൊരു ഭാവി, ആ ഭാവിക്ക് വേണ്ടി നോക്കിയിരിക്കുമ്പോഴാണ് നമുക്ക് നല്ല ഒരു പ്രത്യാശ ഉണ്ടാകും, പ്രത്യാശ ഉളവാകും. പ്രതീക്ഷയും പ്രത്യാശയും രണ്ടും സഹോദരങ്ങളാണ്. എന്താണ് പ്രത്യാശ എന്ന് നമുക്ക് ഒന്ന് വിചിന്തനം ചെയ്യുന്നതിന് മുമ്പായിട്ട്, നന്നാകുമെന്ന് പ്രതീക്ഷയുള്ളപ്പോൾ നിന്റെ മകനെ ശിക്ഷിക്കുക. കാര്യം നമ്മൾ പലപ്പോഴും കൊലക്കാറാകുമ്പോഴാ കൊണ്ടുവന്ന് വളയിടുന്നത് എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. കൊലച്ചു കഴിയുമ്പോഴാ കൊണ്ടുവന്ന് വളയിടുന്നത്. അങ്ങനെ വളവിട്ടാല് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? വെറുതെ ആയി പോകും. നന്നാകുന്നു എന്ന് പ്രതീക്ഷയുള്ള സമയമുണ്ട്. ബാല്യകാലം, യൗവനകാലം, കൗമാരകാലം, ഇവിടെ എല്ലാം അവരെ തെറ്റുകൾ ചൂണ്ടിക്കാണ്ടി അവരെ അടിക്കുമ്പോൾ അല്ലെങ്കിൽ അവനെ ശിക്ഷിക്കുമ്പോൾ നന്നാകുമെന്ന് പ്രതീക്ഷയുണ്ട്. ഒരു മരത്തിന്റെ കൊമ്പ് കേടുവച്ചു, മരത്തോടെ വെട്ടിക്കളയല്ല, ആ മരത്തിന്റെ കൊമ്പ് വെട്ടിക്കളയും. ആ മരം നന്നാകുമെന്ന പ്രതീക്ഷയോടെ കൂടിയാണ് ആ മരത്തിന്റെ കൊമ്പ് വെട്ടുന്നത്. ബൈബിളിൽ പറയുന്നുണ്ടല്ലോ, കൂടുതൽ ഫലം കായ്ക്കാനായിട്ട് അതിന്റെ ശാഖകളെ വെട്ടി ഒരുക്കുന്നു. പ്രതീക്ഷയില്ലാത്തവൻ അത് ചെയ്യത്തില്ല. കിട്ടുന്ന മതി, അത്രയൊക്കെ ഇതിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. പലപ്പോഴും നമ്മൾ പറയുന്നത്, ഇവനിൽ നിന്ന് അത്രയൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഭർത്താവിന്റെ കുടി മാറുമെന്ന് പ്രതീക്ഷിക്കണം. ആ പ്രതീക്ഷ എങ്ങനെ പോണം? പ്രത്യാശയും കൂടെ വേണം, അതിനെ കൂട്ടിച്ചേർക്കണം, പ്രത്യാശയോട് കൂട്ടിച്ചേർക്കണം. അതാണ്, അപ്പോഴാണ് ഫ്യൂച്ചർ അല്ലെങ്കിൽ ഭാവി കാലം ശുഭമാകുന്നത്, നല്ല രീതിയിലാകുന്നത്. ഭംഗം വരികയില്ല, പ്രതീക്ഷയ്ക്ക് ഭംഗം വരികയില്ല. പ്രത്യാശയിലേക്ക് പോകുമ്പോൾ നമുക്ക് രക്ഷ അനുഭവിക്കാനായിട്ട് സാധിക്കും. അത് നിന്റെ കണ്ണുകൾ കാണും, പ്രത്യാശ. അതുകൊണ്ടല്ലേ ചോദിച്ചത്, എന്റെ പ്രതീക്ഷ എവിടെ, എന്റെ പ്രത്യാശ ആര് കാണും, എന്റെ കാത്തിരിപ്പിന്റെ ഫലം ആര് കാണും? നിന്റെ കണ്ണുകൾ തന്നെ കാണണം. നീ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ നിന്റെ പ്രത്യാശ കാണത്തില്ല. ചിലപ്പം അത് വല്ലവരും ആയിരിക്കും അനുഭവിക്കുന്നത്, നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റത്തില്ല. നമുക്കറിയാം, 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലെ 7-ാം അധ്യായത്തിലെ എലീശ പ്രവാചകൻ ആ സേനാധിപനോട് പറഞ്ഞ പോലെ, നിന്റെ കണ്ണ്, നീ നാളെ ഈ സമയത്ത് സമരിയയുടെ കവാടത്തില് ഇന്നതുപോലെയൊക്കെ കിട്ടുമെന്ന് എലീശ പ്രവാചകൻ പ്രവചിച്ചപ്പോൾ അവൻ പറഞ്ഞത്, ദൈവം തമ്പുരാൻ ആകാശത്തിന് കിളിവാതിൽ തുറന്നു പോലും അത് സംഭവിക്കത്തില്ലെന്ന്. കാരണം അത്രയ്ക്ക് രൂക്ഷമായ ഒരു ക്ഷാമ സമയത്താണ് ദൈവത്തിന്റെ അഭിഷിക്തൻ പറയുന്നത്, ഇന്നതുപോലെ നാളെ ഇതേ സമയം സമരിയയുടെ കവാടത്തിൽ ഇതൊക്കെ സംഭവിക്കുമെന്ന്. അവൻ പറയാ, ദൈവത്തെ പോലും വെല്ലുവിളിച്ച് പറയാ, ദൈവം തമ്പുരാൻ നോക്കിയ അവന്റെ കുറ്റമല്ല. കാരണം അത്രയ്ക്ക് രൂക്ഷമായ ഒരു ക്ഷാമം ആ രാജ്യത്ത് വന്നപ്പോഴാണ്
ഈ പ്രവാചകൻ പറയുന്നത് ആര് വിശ്വസിക്കാനാ? ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടിയിട്ടും പറയാ ദൈവം തമ്പുരാൻ നോക്കിയാൽ പോലും ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ലേ ബ്രദറെ എന്ന് എത്ര പേര് പറയാറുണ്ട്. അപ്പൊ എലീശ പ്രവാചകൻ രണ്ടാമതൊന്ന് പ്രവചിച്ചു, നിന്റെ കണ്ണുകൊണ്ട് നീ കാണും, പക്ഷെ നീ അനുഭവിക്കത്തില്ലെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. അപ്പം പ്രത്യാശയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ പറഞ്ഞ വചനത്തിന്റെ അർത്ഥം പൂർത്തീകരിക്കും. അത് എന്റെ പ്രതീക്ഷ എവിടെ? എന്റെ പ്രത്യാശ ആര് കാണും? എന്താണ് ആ പ്രത്യാശയുടെ ഒരു വ്യാഖ്യാനം എന്ന് പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ വ്യക്തമാക്കി തരുന്ന ഒരു ഭാഗം ഞാൻ അവിടെ കണ്ടുപിടിച്ചിരിക്കുക. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ 24-ാമത്തെ വചനത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് ഓടിച്ചു നോക്കിയേ. എന്താണ് അവിടെ പറയുന്നത്? ഈ പ്രത്യാശയിലാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. അപ്പം പ്രത്യാശയിലേക്ക് നമ്മളെ കൂട്ടിച്ചേർക്കുമ്പോൾ ഈ പ്രത്യാശയാണ് രക്ഷ സാൽവേഷൻ, രക്ഷ പ്രാപിക്കുന്നത്. പിന്നെ എവിടെ പറയാണ്, കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രത്യാശയല്ല. അപ്പൊ കാണപ്പെടാത്തവ ഉണ്ട്, കാണപ്പെടാത്തവയാ. അതാണ് പ്രതീക്ഷിക്കുന്നു, കാത്തിരിക്കുന്നു, ആ പ്രത്യാശ കൂട്ടിച്ചേർക്കുന്നു. കാണപ്പെടാത്തവ ലഭിക്കുമെന്നുള്ള ഉറപ്പോടുകൂടി ഇരിക്കുന്നു. ആ വിശ്വാസം നിന്നെ രക്ഷയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ടാണ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രത്യാശയല്ല. താൻ കാണുന്നതിനെ ഒരുവൻ എന്തിന് പ്രത്യാശിക്കണം? കാണപ്പെടാത്തതിനെയാ. അതെ, പൗലോസ്ലീഹ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഒരു ഉള്ളിലൊരു ഊറിയ ചിരിയൊക്കെ വന്നു. നല്ല കാര്യമല്ലേ? കാണപ്പെടാത്തവ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുക. അപ്പോഴാണ് എനിക്ക് രക്ഷ കിട്ടുന്നത്. എന്റെ രോഗം മാറും, എനിക്ക് വീട് കിട്ടും. വീടൊന്നും കിട്ടിയിട്ടില്ല, കണ്ടിട്ടില്ല. കാണപ്പെടാത്തവ, അത് പ്രത്യാശ കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ ഇരിക്കുമ്പോൾ വിശ്വാസം വർദ്ധിക്കും. അപ്പോൾ എന്റെ കണ്ണ് കാണും ആ രക്ഷ. കാണുന്നതിന് ഒരുവൻ പ്രത്യാശ എന്ന് വിളിക്കത്തില്ല. അത് രക്ഷ അനുഭവിച്ചു. ഞാൻ കണ്ടു, രക്ഷ കണ്ടു. എന്നാൽ കാണാത്തതിനെയാണ് നാം പ്രത്യാശിക്കുന്നതെങ്കിൽ, അതിന്റെ 25-ാമത്തെ വചനം പറയുക, കാണാത്തതിനെയാണ് ഞാൻ പ്രത്യാശിക്കുന്നതെങ്കിൽ അതിനു വേണ്ടി നാം സ്ഥിരതയോടെ കാത്തിരിക്കണം, പ്രതീക്ഷയോടെ ഇരിക്കണമെന്ന്. ആ രണ്ട് വാക്യങ്ങളൊന്ന് ഓർത്തു നോക്കണം. പ്രതീക്ഷയോടെ കൂട്ടിച്ചേർത്ത് പ്രത്യാശയെ ചേർത്ത് പിടിക്കുമ്പോൾ, ആ സഹോദരനെ ചേർത്ത് പിടിക്കുമ്പോൾ എന്റെ വിശ്വാസം വർദ്ധിക്കും. രണ്ടും കൂടെ ചേരുമ്പോഴാണ് വിശ്വാസം. അപ്പൊ ആ വിശ്വസിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവന്റെ കണ്ണത് കാണും. പിന്നെ പ്രത്യാശിക്കേണ്ട കാര്യമില്ലല്ലോ. കാണപ്പെടുന്നവ പ്രത്യാശ എന്ന് പറയത്തില്ല, കാണപ്പെടാത്തവയാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ഈ പ്രത്യാശയിലാണ് നമ്മൾ വളരേണ്ടത്. അതിന് പ്രതീക്ഷ അത്യന്താപേക്ഷിതമാണ്. പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നവന് പ്രത്യാശയോടുകൂടി അവൻ അത് അനുഭവിക്കാനായിട്ട് അവന് കഴിയും. അപ്പൊ പ്രത്യാശയോട് കൂട്ടിച്ചേർത്ത് വിശ്വാസത്തെ ഞാൻ ആത്മവിശ്വാസം എന്ന് ഞാൻ പറയും. വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് എന്റെ ആ കാത്തിരിപ്പിന് ഫലം ഞാൻ കാണും. അപ്പൊ കാണാത്തതിന് ആണ് നാം പ്രത്യാശ എന്ന് പറയുന്നത്, കാണുന്നതിന് പ്രത്യാശ എന്ന് പറയത്തില്ല. ഇതാണ് ദൈവം തമ്പുരാൻ ഒരു പുതിയൊരു വചനത്തിൽ കൂടി നമ്മളെ സ്ഥിരീകരിക്കുക. ഇതെനിക്ക് ആദ്യമായിട്ട് കിട്ടിയ വചനമാണ്. പ്രതീക്ഷ, കാത്തിരിപ്പ് അത് ഉറപ്പുള്ളതായിരിക്കണം. കിട്ടുമോ കിട്ടത്തില്ലയോ എന്നുള്ള ചഞ്ചല ഹൃദയമായിരിക്കരുത്. വരാനും പ്രതീക്ഷയുണ്ട്, വരാതിരിക്കാനും പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ ലൂക്കായുടെ സുവിശേഷം 12:40 പറയുന്നത്, പ്രതീക്ഷിക്കാത്ത സമയത്താണ് മണവാളൻ വരുന്നത് എന്ന് പറഞ്ഞ പലതും പ്രതീക്ഷിക്കാത്ത സമയത്താണ് സംഭവിക്കുന്നത്. ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചതല്ല. ഞാൻ ഒരിക്കലും നിന്റെ വായിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചതല്ല. അവന് ഉണ്ടായിരുന്ന പ്രത്യാശ നിരാശയായി. പലപ്പോഴും പറയാറില്ല, നിന്റെ വായിൽ നിന്ന് ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല, നിന്നിൽ നിന്ന് ഞാൻ ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. നമ്മൾ എത്ര വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രതീക്ഷ എന്ന് പറഞ്ഞ എത്ര വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്.
അപ്പൊ പ്രതീക്ഷയും പ്രത്യാശയുടെ കൂട്ടിച്ചേർത്ത് കഴിയുമ്പോൾ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനും പറ്റും. ആ വിശ്വസിക്കുന്നവൻ രക്ഷ കാണും. കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രത്യാശയുടെ ആവശ്യമില്ലെന്ന് അവിടെ പറയുക. ആ വചനം ഒന്നുകൂടെ കൂട്ടിച്ചേർത്ത് വായിച്ചേ. ഈ പ്രത്യാശയിലാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രത്യാശ അല്ല. താൻ കാണുന്നതിനെ ഒരുവൻ എന്തിനു പ്രത്യാശിക്കണം? എന്നാൽ കാണാത്തതിനെയാണ് നാം പ്രത്യാശിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി നാം സ്ഥിരതയോടെ കാത്തിരിക്കണം, പ്രതീക്ഷയോടെ ഇരിക്കണം. കാത്തിരിപ്പ്. ഈ വചനം നമ്മളെ കൂടെ കൂടെ വായിച്ച് ആത്മവിശ്വാസത്തിൽ എത്തണം. നമ്മുടെ പ്രാർത്ഥനയിലെ ആ കാര്യങ്ങൾ പെട്ടെന്ന് സാധിച്ചു കിട്ടും. ഈ പ്രതീക്ഷയും പ്രത്യാശയും കൂടെ ചേർത്തത്. അതുകൊണ്ടാണ് സങ്കീർത്തനം 27:14 നമ്മൾ എപ്പോഴും വായിക്കുന്നത്, ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുക, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. അപ്പം പ്രതീക്ഷിക്കുന്ന ആരെയാണ്? മനുഷ്യനിലല്ല. ദൈവത്തിൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന് ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് വിശ്വാസത്തെ വളർത്തി രക്ഷ നമ്മൾ കാണണം. വിട്ടുകൊടുക്കരുത്. കാണണം, രക്ഷ കാണണം. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ കാണുകയും നീ അനുഭവിക്കുകയും ചെയ്യണം. അതാണ് വിശ്വാസം. വർദ്ധിപ്പിച്ചവരെ, ആത്മവിശ്വാസമുള്ളവരെ, ആത്മധൈര്യമുണ്ടെങ്കിൽ അവർക്ക് എല്ലാം കരസ്ഥമാക്കാൻ സാധിക്കും. എത്തേണ്ട സ്ഥാനത്ത് എത്തിച്ചേരും. ഒരു ആത്മവിശ്വാസമുണ്ട് എനിക്ക്, ഒരു പ്രതീക്ഷയുണ്ട്, ഒരു പ്രത്യാശയുണ്ട്, ഒരു വിശ്വാസമുണ്ട്. ഞാൻ അത് കിട്ടും, അല്ലെങ്കിൽ അവിടെ ഞാൻ എത്തിയിരിക്കുമെന്ന്. പ്രതീക്ഷയും പ്രത്യാശയും തമ്മിലുള്ള ഒരു മേഖല നമ്മൾ കാണണം. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലെ സുവിശേഷമായ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലെ 56-ാമത്തെ തിരുവചനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെയും കാണുന്നുണ്ട്. എന്താണ്? എന്റെ ദിവസം കാണാം എന്ന് പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രഹാം ആനന്ദിച്ചു. അവൻ അത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. കണ്ടോ? പ്രതീക്ഷിച്ചവൻ പ്രത്യാശ കൂട്ടിച്ചേർത്ത് വിശ്വാസം. അബ്രഹാം വിശ്വാസത്തിന്റെയാണ്. അത് 3-ഉം 4-ഉം അതിൻ്റെ അകത്ത് വന്നു. പ്രതീക്ഷ, പ്രത്യാശ, വിശ്വാസം, രക്ഷ. അത് കാണുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ രക്ഷ അനുഭവിച്ചു, രക്ഷ കണ്ടു. എന്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായി അബ്രഹാം ആനന്ദിച്ചു. അതാണ് പ്രത്യാശ. അവൻ അത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു, അനുഭവിച്ചു. വിശ്വാസം, രക്ഷ അനുഭവിച്ചു. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് തമ്പുരാന്റെ മുമ്പിൽ പ്രത്യാശ എപ്പോഴും നമ്മളെ നിരാശപ്പെടുത്തത്തില്ല. പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നവൻ വരാനും വരാനിരിക്കാനും പ്രതീക്ഷയാണ്. വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാത്തിരിപ്പ്. നമുക്കറിയാം, യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 6-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കാറുണ്ട്. 14:6. അവിടെ എന്താ വായിക്കുന്നത്? ഒരു മരം വെട്ടിക്കഴിഞ്ഞാല് പ്രതീക്ഷയുണ്ട് അതിന് തളിർക്കുമെന്ന്. ആ തളിര് കാണുമ്പോൾ നമുക്കൊരു പ്രത്യാശയുണ്ട് അത് വളരുമെന്ന്. അത് വളരുന്നത് കാണുമ്പോൾ നമുക്കൊരു പ്രത്യാശയുണ്ട്. അതാ എന്റെ പ്രത്യാശ. ആര് കാണും? വളരുന്നത് കാണുമ്പോൾ നമുക്കൊരു പ്രത്യാശയുണ്ട് അത് കായ ഉണ്ടാകുമെന്ന്. ഞാൻ ഓർക്കും, എൻ്റെ ഇപ്പോഴത്തെ പ്ലാവില് അത് വളർന്നു വരുന്ന കണ്ടപ്പോൾ, ചെറിയ കായ്കൾ പിടിച്ചപ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. അതെന്നെ പ്രത്യാശയിലേക്ക് കൊണ്ടുപോയി. ഇപ്പൊ എൻ്റെ കണ്ണുകൊണ്ട് തന്നെ അത് കണ്ടു. നിറച്ച് ചക്ക. ഒരു അടിക്കും ചക്ക. താങ്ങാൻ മേലാത്ത ഒരവസ്ഥയാണ്. ആ ചെറുപ്പക്കാരനായ ആ പ്ലാവിന്, ആ ചെറുപ്പമായ ആ പ്ലാവിന് 2 വയസ്സേ ഉള്ളൂ. 2 വയസ്സുള്ള പ്ലാവിന് താങ്ങാൻ പറ്റുന്നില്ല. അതാണ് ഫലം. കണ്ടു കഴിഞ്ഞു. വിശ്വാസം വർദ്ധിച്ചു. വിശ്വാസത്തോടു കൂടിയല്ല. ഞാൻ കരിയേപ്പ് കൊണ്ട് നട്ടു. എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നത് തളർത്തപ്പോൾ അത് ഞാൻ കണ്ടു. പ്രത്യാശയോടു കൂടി അതിനെ പരിപാലിച്ചു. എന്റെ വിശ്വാസം വർദ്ധിച്ചു. അത് എല്ലാം ഫലം പുറപ്പെടുവിച്ചു. അങ്ങനെ പ്രിയമുള്ളവരെ, ദൈവസന്നിധിയില് എന്ത് തുടങ്ങിയാലും പ്രതീക്ഷയോടു കൂടി ആയിരിക്കണം. അത് പ്രത്യാശ കൂട്ടിച്ചേർത്തുകൊണ്ട് വിശ്വാസത്തെ വർദ്ധിപ്പിച്ചാൽ നീ രക്ഷ കാണും.
അപ്പൊ അത് നമ്മുടെ ആദ്യത്തെ വചനം ഒന്ന് ഓർത്തു നോക്കണം. ജോബിന്റെ പുസ്തകം 17:15 വചനം ഒന്ന് ഓർത്തു നോക്കണം. എന്താണ് അവിടെ പറഞ്ഞത്? എന്റെ പ്രതീക്ഷ എവിടെ? എന്റെ പ്രതീക്ഷ എവിടെ? എന്റെ പ്രത്യാശ ആര് കാണും? നിന്റെ പ്രത്യാശ നീ കാണണം. മക്കളെ ദൈവം തന്നു, അവരെ വളർത്തി പഠിപ്പിച്ചു. ഒരു പ്രതീക്ഷയുണ്ട് നിനക്ക്. നിരാശപ്പെടരുത്. നിരാശ വന്നു പോയെങ്കിൽ തീർന്നു. നീ കാത്തിരിക്കണം. എല്ലാത്തിനും ഒരു സമയമുണ്ട്. കാത്തിരിക്കണം. അത് പ്രത്യാശയോടുകൂടി ആയിരിക്കണം. കാണപ്പെടാത്ത ഉണ്ട് എന്നുള്ള ഉറപ്പോടുകൂടി കാത്തിരിക്കുമ്പോൾ നിന്റെ കണ്ണുകൾ കൊണ്ട് അത് കാണും. കാര്യം നിന്റെ വിശ്വാസം വർദ്ധിച്ചു. ഒരു പ്രതീക്ഷയുണ്ട്, ഒരു പ്രത്യാശയുണ്ട്. വിശ്വാസം വർദ്ധിച്ച് നീ രക്ഷ കാണും. ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോകാം. ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കരങ്ങളിൽ പ്രതീക്ഷയും പ്രത്യാശയും തമ്മിലുള്ള ഒരവസ്ഥയെ കുറിച്ച് ഞാൻ ഇവിടെ കാണിക്കുകയായിരുന്നു. ദൈവം തമ്പുരാൻ എന്നെ കാണിക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കാം. പ്രത്യാശ കൂട്ടിച്ചേർത്ത് വിശ്വാസത്തെ വർദ്ധിപ്പിക്കാം. അപ്പോൾ രക്ഷ നമ്മുടെ കണ്ണ് തന്നെ കാണും. എന്റെ പ്രത്യാശ ഞാൻ കാണും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.